എൻ്റെ പേര് അനസ് തൈപ്പറമ്പിൽ എന്നാണ്. മൂവാറ്റുപുഴയാണ് വീട്. മകനാണ് ഈഗിൾസിലുണ്ടായിരുന്നത്. ഇവിടെ ഒരു 4 വർഷത്തെ പരിചയമുണ്ട്. കാരണം എൻ്റെ ഒരു കസിൻ്റെ കുട്ടി വന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയം മുതലൊരു പരിചയമാണ്. ആ സമയം മുതൽ ലത്തീഫ് സാറിൻ്റെയൊക്കെ എഫേർട്ട് അല്ലെങ്കിൽ ഇവരുടെ റിസൾട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകിയിരുന്നതാണ്. അതുകൊണ്ടാണ് മോനെ ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. വളരെ ഹാപ്പിയാണ്. ഇന്ത്യൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പാണ് അവൻ ചെയ്തത്. യാസിൻ മിസ്വരി. ചിലവുണ്ടല്ലോ. സന്തോഷമായി. തീർച്ചയായിട്ടും ഈഗിൾസ് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ഒരു വിജയം? ഈ തവണ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്കും ഇട്ടിരുന്നു ഈ എഫേർട്ട്. മൊബൈലില്ലാത്തൊരു ജീവിതമായിരുന്നു. വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ എങ്ങനെ ഈഗിൾസ് നിങ്ങൾ എങ്ങനെ സഹിച്ചു? അതൊക്കെ ഒരു 1-2 ആഴ്ച ഒരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ആ ലൈഫ് സ്റ്റൈലിനോട് പൊരുത്തപ്പെട്ടു വന്നു. പിന്നെ ഓക്കെ ആയി. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തി. എങ്ങനെയാണ് അധ്യാപകരുടെയൊക്കെ ഒരു ഉപദേശങ്ങളും അവരുടെയൊക്കെ ഒരു ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര നമ്മളോട് എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ലെവൽ സ്കില്ലൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചു. അപ്പോൾ ഈഗിൾസിലുള്ള എല്ലാവരും എന്ന് പറയുക ഒരാൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പഠിക്കുന്ന കാരണം അപ്പോൾ സെൽഫ് എൻകറേജ്മെൻ്റാണ് ഇങ്ങനെ പഠിക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചു പോയി. മോൻ്റെ പേരും പറയൂ. സൽമ. ഇങ്ങനെയാണ് മോനെ ഹാപ്പിയാണ്. അപ്പോൾ മൂവാറ്റുപുഴ അല്ലേ? എറണാകുളം മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെ 10-20ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഈഗിൾസിൻ്റെ റിസൾട്ട് കൊണ്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയാണ്. പേരൻസിൽ നിന്ന് പരസ്പരം പേരൻസ് ഡിസ്കസ് ചെയ്ത് അറിയുന്നില്ല. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ 3-4 കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള റിസൾട്ട് നല്ല റിസൾട്ടാണ് വരുന്നത്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഈ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ എല്ലാം ഈഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ബ്രാൻഡായി കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ സന്തോഷത്തിലുമാണ്. പുറമേയുള്ളൊരു ചിത്രം ഈഗിൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവിടെ ഒരു പട്ടാള ചിട്ടയാണ്, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെയുള്ളൊരു പുറത്തുള്ള സംസാരം. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നാണ് കുട്ടികൾ. അതെ, സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാമ്പസിൽ വന്നു കഴിയുമ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ വ്യത്യസ്തത എന്താണ്, CA നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, അതനുസരിച്ച് എന്തെല്ലാം ഡിസിപ്ലിനാണ് കുട്ടികൾ പാലിക്കേണ്ടത്, പേരൻസ് പുലർത്തേണ്ടതെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ 17% റിസൾട്ടുള്ള സമയത്ത് ഈഗിൾസിന് 55-60% റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതൊരു അഭിമാനമായിട്ട് തന്നെ. പകരം പെട്ടത് വളരെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ആ വലിയ റിസൾട്ടിന് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഒപ്പമുള്ള എൻ്റെ മകൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടവരെല്ലാം പാസ്സാവുന്നു, റിസൾട്ട് ഉണ്ടാക്കുന്നു. എത്ര സ്ട്രിക്റ്റായിട്ട് മാനേജ്മെൻറ്റ് ഇടപെട്ടാലും അവർ റിസൾട്ട് ഉണ്ടാക്കി പേരൻസ് നൽകുന്നു. കുട്ടികളും ഹാപ്പിയാണ്, പേരൻസും ഹാപ്പിയാണ്. ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ രക്ഷിതാവ് നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് പറയുന്നത്? തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കുട്ടികളുടെ ജീവിതത്തിലൊരു പ്രധാന നാഴികക്കല്ലാണ് ഈ CAക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ വളരെ ആലോചിച്ചാണ് ഇത്തരം തീരുമാനങ്ങൾ എത്തുന്നത്. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈഗിൾസ് എന്ന് ഇപ്പോഴത്തെ ഈ പേരൻസിൻ്റെ റിവ്യൂകളിൽ നിന്നും അല്ലെങ്കിൽ ഈ റിസൾട്ടുകളിൽ നിന്നും സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. അത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ആത്മാർത്ഥതയും അർപ്പണബോധമുള്ള ഫാക്കൽറ്റീസ്, മാനേജ്മെൻറ്റ്, ലത്തീഫ് സാറിനൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് വീട്ടിലേക്ക് പേരൻസിനെയൊക്കെ വിളിച്ചറിയിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ചെറിയ എന്തെങ്കിലും ഡിമോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ചു പറയും എന്താണ് ചെയ്യേണ്ടത്, എന്താ മോട്ടിവേഷൻ നൽകേണ്ടത്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും പുതിയ പേരൻസ് ഈഗിൾസിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വിദ്യാർത്ഥി നിലയ്ക്ക് വരാനിരിക്കുന്ന കുട്ടികളൊക്കെ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈഗിൾസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഓപ്റ്റ് ചെയ്ത് CAയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക്, ഈ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈഗിൾസിനെ ഞാൻ കംപ്ലീറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു ചുറ്റുപാട്, ഈ ലൈഫ് സ്റ്റൈല് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതും നമ്മുടെ ഫ്യൂച്ചറിൽ കരിയറിലെ പുതിയൊരു വേറിട്ടൊരു ഇതാണല്ലോ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു.